Good afternoon. Good afternoon. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണല്ലേ നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു കമ്പോണൻസ് പറഞ്ഞു നിർത്തിയത് ആ ബോക്സിലുള്ള എല്ലാം അല്ലെ. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസിലെ 9 കമ്പോണൻസും അമ്യൂണിറ്റീസും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. അതായത് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വീക്ഷണങ്ങൾ. എന്തിനെ കുറിച്ചുള്ളതാണ്? ക്വാളിറ്റിനെ കുറിച്ചുള്ള അല്ലെ. ക്വാളിറ്റിനെ കുറിച്ചുള്ള വീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഓരോരുത്തർക്കും ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഓരോരുത്തരുടെയും പങ്ക് എന്താണ്, അവരുടെ റോൾ എന്താണ്? ഓക്കെ, ഫസ്റ്റ് ആ പാരഗ്രാഫ് നോക്കിയാൽ ദ പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി, ക്വാളിറ്റിയുടെ വീക്ഷണങ്ങൾ. The health staff, health manager, client and communities are all stakeholders in service delivery. ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ പങ്കാളികളാണ്. ആരൊക്കെയാണ്? ഒരു നല്ലൊരു ഒരു ക്വാളിറ്റിയുള്ള ഒരു സർവീസ് ഡെലിവറിയില്, സേവന വിതരണത്തില് ആരൊക്കെ പങ്കാളികളാണ്? ഹെൽത്ത് സ്റ്റാഫുകള്, health manager, client and communities are all stakeholders in service delivery. സേവന വിതരണത്തില് ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, ക്ലയന്റ്. നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ക്ലയന്റ് എന്ന് പറഞ്ഞ ആരാണ്? പേഷ്യന്റ് ആണ് അല്ലെ. പേഷ്യൻസ്, കമ്മ്യൂണിറ്റി, ഇവരെല്ലാവരും അതില് എന്താണ്? പങ്കാളികളാണ്. അപ്പൊ അവിടെ ചോദിക്കാം കേട്ടോ, അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ്. Okay, health staff, health manager, client and communities are all stakeholders in service delivery. സേവന വിതരണത്തില് ഇവരെല്ലാവരും പങ്കാളികളാണ്. Each of this group may hope for different things from the health service. ഇതിൽ ഓരോ ഗ്രൂപ്പും ഹെൽത്ത് സർവീസിൽ നിന്ന് അല്ലെ, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് പല കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഇവരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവരുടെ പങ്ക് എന്താണ്? അല്ലെങ്കിൽ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് അവർക്കുടെ വ്യൂ എന്താണ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ? അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ, ഹെൽത്ത് മാനേജറിന് അവിടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്താണ് പങ്ക്? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, ദ പേഷ്യന്റ് ഓർ ക്ലയന്റ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ ക്ലയന്റ് എന്ന് പറഞ്ഞ ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ പേഷ്യൻസിന് ക്വാളിറ്റി ഉള്ളൊരു നിലവാരമുള്ള ഒരു സർവീസ് അല്ലെ, ക്വാളിറ്റി സർവീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കി. The research has done in different parts of the country reveals that our patient or clients require services that are delivered on time by friendly and respectful staff, are safe, generate positive result, and they can afford provide with the sufficient information about their condition and treatment, provide them with all the drugs they require, give privacy and within their reach, and give in a language they can understand. എന്താ പറഞ്ഞേക്കുന്നേ? ഇപ്പൊ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടത്തിയ റിസർച്ചിൽ നിന്നും പേഷ്യന്റ് എന്താണ് ആഗ്രഹിക്കുന്നത്? പേഷ്യന്റ് നോക്കിയേ, പേഷ്യന്റ് ഓർ ക്ലയൻസ് റിക്വയർ സർവീസസ് ദാറ്റ്, എങ്ങനെയുള്ള സർവീസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്? ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ, ഒരു സൗഹൃദപരമായിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള സ്റ്റാഫ് എങ്ങനെ കറക്റ്റ് ടൈമില് എല്ലാരും ഡെലിവർ ചെയ്യണം. നമ്മളും അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ നിന്നുള്ള നല്ലൊരു സർവീസ് നമുക്ക് കിട്ടണം എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് എന്ന നിലയിൽ എന്താണ്? ഒരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ, നമ്മളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം.
നല്ല നമ്മുടെ ഒരു ഇത് സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന രീതിയിൽ കറക്റ്റ് ടൈമില് ഓരോ സർവീസുകളും ഡെലിവറി ചെയ്യണം എന്നാണ് പേഷ്യന്റ് ഒരു ക്വാളിറ്റീന് അല്ലെങ്കിൽ ക്വാളിറ്റീനെ ഒരു അവർക്കുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇതൊക്കെ ആർ സേഫ്, എങ്ങനെയാ സുരക്ഷിതമായിട്ടുള്ളത്, ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്, ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്, ആൻഡ് ദേ ക്യാൻ അഫോർഡ് എന്ന് പറഞ്ഞാൽ താങ്ങാവുന്നത് അല്ലെ, കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, താങ്ങാൻ പറ്റുന്നത്, പ്രൊവൈഡ് ദം വിത്ത് സഫിഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അവർക്കുടെ കണ്ടീഷൻ, ആ പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, അവർക്കുടെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻസ് അവർക്ക് താങ്ങാവുന്ന രീതിയിൽ, സുരക്ഷിതമായ രീതിയിൽ, ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ഈ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള സ്റ്റാഫ് കറക്റ്റ് സമയത്ത് തന്നെ വിതരണം ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു പേഷ്യന്റ് ക്വാളിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഇപ്പൊ നമുക്ക് അറിയാം എന്തൊക്കെയാണ് ആ പേഷ്യന്റിനെ ഇപ്പൊ ഡയറക്റ്റ് നമ്മൾ പേഷ്യന്റിനോട് പറയണം അല്ലെ. അതായത് നമ്മുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സർജറി പറഞ്ഞു നമ്മളോട് ചോദിക്കും ഇതാണെന്നുള്ളത് പറഞ്ഞിട്ട് നമുക്കും കൂടി അത് താങ്ങാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമല്ല നമ്മൾ അത് അഫോർഡ് ചെയ്യുള്ളൂ അല്ലെ. ഇല്ലേ, അങ്ങനെയല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയാ, ആ ഹെൽത്ത് സ്ഥിതിയെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് നൽകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ ക്വാളിറ്റി എന്നുള്ളത് ഒരു പേഷ്യന്റിന് മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊവൈഡ് ദം വിത്ത് ഓൾ ദ ഡ്രഗ്സ് ദേ റിക്വയർ, അവർക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ കൊടുത്തിട്ട് അല്ലെ, ആവശ്യത്തിനുള്ള മരുന്നുകൾ കൊടുത്തിട്ട് ദേ ഗീവ് പ്രൈവസി, അവർക്ക് പ്രൈവസി കൊടുത്ത്, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയില് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആൻഡ് ഗീവൺ ഇൻ എ ലാംഗ്വേജ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓരോരുത്തർക്കുടെ കപ്പാസിറ്റി അനുസരിച്ച് ഇപ്പൊ എല്ലാവരും ഒരേ ലെവലിലുള്ള പേഷ്യന്റ് അല്ല അല്ലെ. അപ്പൊ നമുക്ക് സാധാരണ രീതിയിലാണെങ്കിൽ അവർ അങ്ങനെയുള്ള രീതിയിൽ അല്ലെ, പേഷ്യൻസ് എങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആളുകളാണോ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു നല്ലൊരു സർവീസ് കിട്ടണം എന്നാണ്. അതാണ് നമ്മൾക്ക് ക്വാളിറ്റി എന്നത് കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട്. ഓക്കെ, പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റിന് ക്വാളിറ്റിയിലുള്ള പങ്കാണ് കേട്ടോ ഇവര് അതേ ക്വാളിറ്റി എന്നുള്ള അവരവരുടെ വീക്ഷണം. ഇനി രണ്ടാമത്തെയാണ് ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡർ. അത് ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. ഒന്നുകിൽ ഹെൽത്ത് സ്റ്റാഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡർ എന്ന് പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ വെട്ടിക്കളഞ്ഞോ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് വെക്കോ, എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തോ കേട്ടോ. ദ ഹെൽത്ത് പ്രൊവൈഡർ ക്യാൻ പ്രൊവൈഡ് ക്വാളിറ്റി കെയർ. ഇത് ഇമ്പോർട്ടന്റ് ആണോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനകത്ത് ഇപ്പൊ ഓരോരുത്തർക്കും ആ ഫസ്റ്റ് സെന്റൻസ് ഞാൻ പറഞ്ഞില്ല നോട്ട് ചെയ്തിടാൻ, അത്രയൊക്കെ. അല്ലാതെ നമുക്ക് ആരൊക്കെ അതിനകത്ത് ഉൾപ്പെടും എന്നുള്ളത് മാത്രം അങ്ങനെ ചോദിക്കാറുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോ വൺ വേർഡ്സ് ഒന്നും ചോദിക്കാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഇല്ല. ഓക്കെ ഓക്കെ, ദ ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡർ അവർക്ക് എന്താണ് ഒരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസില് അവർക്ക് എന്താ അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അവരുടെ പങ്ക് എന്താണ്? ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡർ അവര് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അവരുടെ റോൾ എന്താണ്? The health provider can provide quality care. എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അവർക്ക്? ഹെൽത്ത് പ്രൊവൈഡറിന് എങ്ങനെ നമുക്ക് ക്വാളിറ്റി ഉള്ളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാം? If he or she has a sufficient knowledge and skills. അല്ലെ, അവർക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള നോളജ് വേണം, അതിനുള്ള കഴിവ് വേണം. പിന്നെ ഇങ്ങനെ adequate resource staff, അതിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫുകള്, അതിന് ആവശ്യമുള്ള മരുന്നുകള്, സപ്ലൈകള്, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ട് എക്സെട്ര, സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്. കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം.
എന്താ അവർക്ക് ആവശ്യത്തിനുള്ള സ്കിൽസ്, കഴിവുകളും നോളേജും ഉള്ള സഫിഷ്യന്റ് നോളേജ്, സ്കിൽസ് ഒക്കെ വേണം അല്ലെ? ആ ഒരു ഇത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. പിന്നെ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും എന്താ നല്ല സ്റ്റാഫുകൾ കൊടുക്കാം, നല്ല മരുന്നുകള് അല്ലെ, നല്ല രീതിയിലുള്ള മരുന്നുകൾ കൊടുക്കാം, സപ്ലൈകള്, എക്യുപ്മെന്റ്സ്, ഓരോ എക്യുപ്മെന്റ്സ് ഇനിയിപ്പോ ഡയഗ്നോസ് ചെയ്യാനും അല്ലാതെയൊക്കെ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ്, അപ്പൊ ആവശ്യത്തിലുള്ള എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്ത് ട്രാൻസ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു സുരക്ഷിതമായിട്ട് എവിടെ നമുക്ക് ആ ജോലി സ്ഥലത്ത് അല്ലെ, ക്ലീൻ വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് സുരക്ഷിതമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്താ ഹെൽത്ത് പ്രൊവൈഡറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് നോക്കി അതിന്റെ ഒപ്പം തന്നെ വന്നേക്കണേ, ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഈസ് വെൽ പെയ്ഡ് ആൻഡ് റിവാർഡ് ഫോർ എ ഗുഡ് വർക്ക്. പിന്നെ എന്താ, പിന്നെ നോക്കിയേ, അവർക്ക് ആ സ്റ്റാഫുകൾക്കൊക്കെ സ്വയം മെച്ചപ്പെടാനുള്ള ഒരു അവസരങ്ങൾ കൊടുക്കാം. പിന്നെ അവരുടെ നല്ല വർക്കുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? റിവാർഡ്, നല്ല റിവാർഡുകൾ കൊടുക്കാം. അപ്പൊ അങ്ങനെ അവർക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്റ്റാഫുകൾക്കൊക്കെ ആണെങ്കിലേ അവര് നല്ല വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ അവർക്ക് ചെറിയ ചെറിയ റിവാർഡ്സ് കൊടുക്കാം അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, അവര് വീണ്ടും എന്താ പറയാ, പിന്നെയും അത് കിട്ടണം എന്നല്ലേ നമുക്ക് ആഗ്രഹം അല്ലെ? നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുമോദനോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അത് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ വീണ്ടും നമുക്കത് കിട്ടാൻ വേണ്ടി നമ്മൾ അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? അപ്പൊ നല്ല നല്ല വാക്കുകൾക്കുള്ള റിവാർഡുകളൊക്കെ നൽകിയും ഈ ഹെൽത്ത് സ്റ്റാഫിന് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, ഹെൽത്ത് കെയർ മാനേജർ, അദ്ദേഹത്തിന് എങ്ങനെയാ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നേ? ദ ഹെൽത്ത് കെയർ മാനേജർ കൺസിഡർ ക്വാളിറ്റി കെയർ ആസ് മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി. എന്താ, ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഈ റിസോഴ്സുകളെ, വിഭവങ്ങള് കാര്യക്ഷമമായി കൈകാര്യം ചെയ്ത്, അവിടുത്തെ റിസോഴ്സുകള് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അല്ലെ, കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടും ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്, ആ ഹെൽത്ത് സ്റ്റാഫിന് നിശ്ചിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂടെയും health staff being frequently supported and supervised. ഹെൽത്ത് സ്റ്റാഫിനെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഓരോന്നിനും സപ്പോർട്ട് ചെയ്യുന്നതിലൂടെയും അവരെ സൂപ്പർവൈസ് ചെയ്യുന്നതിലൂടെയും മേൽനോട്ടം വഹിക്കുന്നതിലൂടെയും ഹാവിംഗ് ആംപിൾ ആൻഡ് കോമ്പീറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ, അല്ലെ? ആ രോഗി പരിചരണം കൊടുക്കാനായിട്ട് മതിയായിട്ടുള്ള സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ സ്റ്റാഫുകളെ അച്ചടക്കത്തോടു കൂടി അല്ലെ, അച്ചടക്കത്തോടു കൂടി അവരെ മതിയായ സ്റ്റാഫുകളെ നൽകിക്കൊണ്ടും ആൻഡ് പ്രൊവൈഡിങ് നെസസറി റിസോഴ്സ് ഫോർ വർക്ക്, ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങള് റിസോഴ്സുകൾ നൽകിക്കൊണ്ടും ഹെൽത്ത് കെയർ മാനേജറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ല സർവീസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ, റിസോഴ്സുകൾ വേണ്ടേ? എക്യുപ്മെന്റ്സ് ആയിക്കോട്ടും, അവിടെ കൊടുക്കുന്ന മെഡിസിൻസ് ആയിക്കോട്ടെ, അവിടുത്തെ എന്താ പറയാ ഡയഗ്നോസ്റ്റിക് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെ, സർവീസുകൾ ആയിക്കോട്ടെ, എല്ലാവരും നമ്മുടെ എന്താ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ നൽകിയും അവർക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 3 പേർക്കിടെ പറഞ്ഞേക്കാം. പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ക്വാളിറ്റിയുടെ അവർക്കിടെ വീക്ഷണങ്ങളാണ് പറഞ്ഞേക്കണേ. രണ്ടാമത്തെ രണ്ടും പറഞ്ഞേക്കണത് അവർക്ക് ഹെൽത്ത് സ്റ്റാഫിനായിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജറിനായിക്കോട്ടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അവരുടെ പങ്കാണ് പറഞ്ഞേക്കണേ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടോപ്പിക്കിലാണ് കേട്ടോ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ എന്താ കേട്ടിട്ടുണ്ടോ? അക്രഡിറ്റേഷൻ ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കുന്ന പ്രവൃത്തിയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലുകളാണെങ്കിലും ചില ഹോസ്പിറ്റലുകൾ അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ്. അപ്പൊ ഏത് ഓർഗനൈസേഷനാണ്? ഇപ്പൊ നാബ്, JCI, നിങ്ങളെ ക്വാളിറ്റി അഷുറൻസിൽ പഠിച്ചല്ലേ കുറച്ച് കാര്യങ്ങള്.
അതിന്റെ ഇതിനകത്ത് ക്വാളിറ്റി മാനേജ്മെന്റിൽ ലാസ്റ്റ് സെക്ഷനിലെ ഫോർമുലാസ് ഒക്കെ നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. 32 ഫോർമുലാസ് അവിടെ പഠിക്കാണ്ട് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ എന്താ, ചില ഓർഗനൈസേഷൻ, ഇപ്പൊ നാബ് ആയിക്കോട്ടെ, JCI ആയിക്കോട്ടെ, അങ്ങനെയുള്ള ചില ഓർഗനൈസേഷൻ ഹോസ്പിറ്റലുകൾക്ക് എന്താ, അവര് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഈ അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഓർഗനൈസേഷൻ ആണ് നാബും JCI ഒക്കെ. അത് രണ്ടും കുറച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇത് കഴിഞ്ഞാൽ JCIയുടെ നമുക്ക് പഠിക്കാനുണ്ട്, അപ്പൊ ഡീറ്റെയിൽ നോക്കാം. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കുക. അതായത് ഈ ഓർഗനൈസേഷന് അവർക്ക് കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടാവും, കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡുകള് ആ ഹോസ്പിറ്റല് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, അതിന്റെ റേറ്റ് ഒക്കെ കാണാനുള്ള ഫോർമുലാസ് നമ്മൾ പഠിക്കുന്നേ. അപ്പൊ ആ പെർസെന്റേജ് ഒക്കെ കണ്ടിട്ട് അതെന്താ പറയാ, അതിന് ഓരോ സ്കോർ നോക്കി ഓരോന്നിനും സ്കോറുകൾ കൊടുത്ത് ആ സ്കോറുകളൊക്കെ നോക്കിയിട്ടാണ് ഈ നാബ് അല്ലെങ്കിൽ JCI ഒക്കെ ഹോസ്പിറ്റലിന് അവർക്കൂടെ ഒരു അംഗീകാരം കൊടുക്കുന്നത്. അപ്പൊ നാബ് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ JCI അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ എന്താണ് അതിന്റെ ഇത്, നമുക്ക് ക്വാളിറ്റി, പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ആ നാബിന്റെ ആണെങ്കിലും നമുക്ക് എംബ്ലത്തിൽ അവിടെ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി എന്നാണ് എംബ്ലത്തിൽ തന്നെ കൊടുത്തേക്കുന്നത്. അത് രണ്ട് കാര്യങ്ങളുമാണ് അവര് ഈ അക്രഡിറ്റേഷൻ എന്നുള്ളതില് മുൻഗണന അല്ലെങ്കിൽ അത് കൊടുത്തേക്കുന്നത്. പേഷ്യൻസിന്റെ സുരക്ഷയും ഹോസ്പിറ്റലിൽ നല്ല ക്വാളിറ്റി സർവീസും കൊടുക്കുക, അതിന് മുൻനിർത്തി അവര് പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോൾ ആ ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അക്രഡിറ്റേഷന്റെ ഡെഫിനിഷൻ അല്ല അവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു എന്താ പറയാ, ഒരു റിക്കഗ്നേഷൻ കൊടുക്കുകയാണ് അവിടെ കേട്ടോ, ഒരു അംഗീകാരം കൊടുക്കുന്നതാണ്. ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൊടുക്കുന്ന ഔദ്യോഗികമായ അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കണെന്ന് നോക്കിയേ, അക്രഡിറ്റേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ആൻ എന്റിറ്റി എന്ന് പറഞ്ഞ സ്ഥാപനം സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ് ഫ്രം ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നോർമലി നോട്ട് ഗവൺമെന്റൽ. എന്താ പറഞ്ഞേക്കുന്നേ, ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അത് നോർമലി എങ്ങനെയാണ്, നോട്ട് ഗവൺമെന്റൽ, അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് എന്നാ പറഞ്ഞേക്കുന്നത്. അത് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ മീനിങ് അല്ല അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കുന്നതിനാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ 2-3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അസസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ടു ഡിസൈഡ് ഇഫ് ഇറ്റ് മീറ്റ് എ സെറ്റ് ഓഫ് നീഡ്സ് or standards plan to improve the safety and quality of care. രണ്ട് കാര്യം കണ്ടോ, അതാണ് അവര് മുൻഗണന എന്താ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ അതിലെന്താ അവര് പറയുന്നത്, പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ, രണ്ട് കാര്യങ്ങളാണ് അവിടെ. നാബിന്റെ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ JCIയുടെ ഒക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് എന്താണ് ആ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്, അവരുടെ പേഷ്യന്റിന്റെ സുരക്ഷയും അവര് കൊടുക്കുന്ന ക്വാളിറ്റി, ക്വാളിറ്റി ഓഫ് കെയറും അതിനെ മുൻനിർത്തിയാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നത് അവിടെ, അസസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ടു ഡിസൈഡ് ഇഫ് ഇറ്റ് മീറ്റ് എ സെറ്റ് ഓഫ് നീഡ്സ് പ്ലാൻഡ് to improve the safety and quality of care. സേഫ്റ്റി, പരിചരണത്തിന്റെ സുരക്ഷയും ക്വാളിറ്റി ഓഫ് കെയറും മെച്ചപ്പെടുത്തുന്നതിന് ആസൂത്രണം ചെയ്തിട്ടുള്ള, പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങള് പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ വിലയിരുത്തുന്നതാണ് എന്തെന്ന് പറയുന്ന അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താ പറഞ്ഞത്, ഒരു ഓർഗനൈസേഷൻ ഇപ്പൊ JCI ആയിക്കോട്ടെ, അത് നമുക്കിപ്പോ പഠിക്കുന്നുണ്ട്. അപ്പൊ ജോയിന്റ് കമ്മീഷൻ
വിഷൻ ഇന്റർനാഷണൽ, അതൊരു ഓർഗനൈസേഷൻ ആണ്. അവര് കുറച്ച് മാനദണ്ഡങ്ങൾ വെക്കും. ആ മാനദണ്ഡങ്ങൾ ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ നോക്കും. അത് പാലിക്കുന്നുണ്ട്, അതിന് ഓരോന്നിനും ഇത്ര സ്കോർ വീതം കിട്ടിയാലാണ് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ എന്നുണ്ട്. അപ്പൊ അത് ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ അല്ലെ എന്ന് വിലയിരുത്താവുന്ന ആ ഒരു പ്രോസസ്സാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് കാര്യങ്ങൾ ഏതാ? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആവശ്യങ്ങൾ, ഒരു കൂട്ടം സ്റ്റാൻഡേർഡുകൾ ആ ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ ആ ഒരു ഹോസ്പിറ്റലിനെ വിലയിരുത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. Then next നോക്കി, അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ് വോളണ്ടറി? സ്വമേധയുള്ളതാണ്. എങ്ങനെയാ? അത് കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അവിടെ ആരുടെയും പ്രേരണയൊന്നും അല്ല, അല്ലെങ്കിൽ റെക്കമെൻഡേഷനിൽ കിട്ടുന്ന കാര്യമല്ല അക്രഡിറ്റേഷൻ. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു റെക്കമെൻഡേഷൻ ആരെങ്കിലും വലിയ വലിയ ആളുകളെ റെക്കമെൻഡ് ചെയ്ത ആ ഓർഗനൈസേഷൻസ് ഇത് ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കൂല അല്ലെ? അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കൂല. എങ്ങനെയാണ്? അത് വോളണ്ടറി ആണ്, സ്വമേധയുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് ആരുടെയും പ്രേരണ കൂടാതെ തന്നെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നു. അതാണ് വോളണ്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. It has gained worldwide attention as an effective quality assessment and management tool. ഫലപ്രദമായിട്ടുള്ള ഒരു ഗുണനിലവാരം വിലയിരുത്തുന്നതിന്, ക്വാളിറ്റി അസസ്മെന്റ്, ഒരു ഗുണനിലവാരം വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂളും എന്ന നിലയിൽ ഇത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട്. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റല് അക്രഡിറ്റഡ് ഹോസ്പിറ്റലാന്ന് പറയുവാണെങ്കിൽ എന്താ നമുക്ക് അവിടെ ഉറപ്പല്ലേ അല്ലെ? ആ കുറെ ക്വാളിറ്റി കാര്യങ്ങൾ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പേടിക്കണ്ട അല്ലെ? എല്ലാം അവിടെ പക്ക ഓക്കെ ആണല്ലേ? ക്വാളിറ്റി അല്ലെ? ക്വാളിറ്റി ഓഫ് കെയർ, നല്ല സർവീസ് കിട്ടുന്നുണ്ട്, പേഷ്യന്റ് സേഫ്റ്റി മുൻനിർത്തുന്നുണ്ട് അല്ലെ? ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു നമുക്ക് എന്താ പറയാ, അത് കീപ്പ് ചെയ്യുന്നതിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഇത്. നമ്മൾ സ്കൂൾ പിള്ളേരെ ആണെങ്കിൽ സ്കൂളില് ഏതെങ്കിലും സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് ചേർക്കുമോ നമ്മള്? ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഈ കോഴ്സ് വന്ന് ചേരുമ്പോൾ എന്താ പറയാ, സർട്ടിഫിക്കറ്റിന്റെ വാലുവേഷനൊക്കെ നിങ്ങൾ നോക്കൂലേ അല്ലെ? നമ്മൾ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താൽ മതിയോ? നമ്മുടെ ഇത് വാലിഡ് ആണോ നോക്കും ഇല്ലേ? നമ്മളിപ്പോ ഇതാണെങ്കിലും പഠിക്കുമ്പോൾ, നിങ്ങളാണെങ്കിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിലും പല കോഴ്സുകളൊക്കെ പഠിക്കുമ്പോഴും നമ്മൾ അതിന്റെ ആ സർട്ടിഫിക്കേഷന്റെ ഇത് നോക്കും അല്ലെ? നമുക്കത് അംഗീകാരമുള്ളതാണോ അല്ലെ? അത് നമുക്കതിന് വാലിഡ് ആണോ എന്നുള്ളത് നോക്കും. ഇതിപ്പോ ഇതുപോലെ എന്താ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്കൊരു ആ ഒരു ഗുണനിലവാരം വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് എന്ന നിലയിലും ഒരു ലോകമെമ്പാടും അതൊരു ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതായത് ഔദ്യോഗികമായി കിട്ടുന്ന ഒരു അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. ഇനി നെക്സ്റ്റ് വരുന്നത് ബെനിഫിറ്റ്സ് ആണ്. അത് ആ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതായത് ഒരു കൂട്ടം സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരു അംഗീകാരം, അതാണ് അക്രഡിറ്റേഷൻ. ക്ലിയർ ആയോ? നിങ്ങൾ അവിടെ ക്വാളിറ്റി അഷുറൻസിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അല്ലെ പെട്ടെന്ന് അത് ഓക്കെ ആണല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? അനുഷ, ഓക്കെ, വിജുന, അശ്വതി ഒക്കെ ഓക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നോക്കി, ഇനി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഈ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അക്രഡിറ്റേഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കി, ഒന്നാമത്തെ കാര്യം, ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് പേടിക്കണ്ട അല്ലെ? അവിടെ എല്ലാരും ഓക്കെയാണ് അല്ലെ? നല്ല ക്വാളിറ്റി സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയല്ല, ഒരു അക്രഡിറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അക്രഡിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, നമുക്ക് ഒരു
പേഷ്യന്റിന്റെ അല്ല നമുക്കൊരു പബ്ലിക് ട്രസ്റ്റ് ഇംപ്രൂവ് ചെയ്യാം, പൊതുവിശ്വാസം മെച്ചപ്പെടുത്താം. അപ്പൊ ആളുകൾക്ക് ആ ഹോസ്പിറ്റലിൽ വിശ്വാസമല്ലേ, പിന്നെ ഒന്നും ചിന്തിക്കണ്ട അല്ലെ. അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു, അവർക്ക് ഒരു അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അവർക്ക് എന്താ, ആ ഹോസ്പിറ്റലിനോടുള്ള ആളുകളുടെ പൊതുവിശ്വാസം മെച്ചപ്പെടുത്താം. ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. ഒന്നാമത്തെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഒന്നാമത്തെ എന്താ, പൊതുവിശ്വാസം മെച്ചപ്പെടുത്താം. അടുത്ത നോക്കിയേ, പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. സുരക്ഷിതമായിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാം. സുരക്ഷിതവും കാര്യക്ഷമമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യാം. അടുത്ത നോക്കിയാൽ നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്. സോഴ്സ് ഓഫ് പേയ്മെന്റുമായിട്ട് ചർച്ച നടത്താം അല്ലെ. സോഴ്സ് ഓഫ് പേയ്മെന്റുമായിട്ട് അവർക്ക് ചർച്ച നടത്താം. Then അടുത്ത നോക്കിയേ, listen to patient and their family, respected their rights and involve them in the care process as a partners. Listen to the patient and their families. Patientsനെ, അവരുടെ ഫാമിലിനെ ഒക്കെ ശ്രദ്ധിച്ച് അല്ലെ, അവർക്ക് വേണ്ട അവകാശങ്ങള്, അവർക്കുടെ റൈറ്റ്സ്, അവർക്കുടെ അവകാശങ്ങൾക്ക് റെസ്പെക്ട് കൊടുത്ത് അല്ലെ, അല്ലെങ്കിൽ ആ ഫാമിലീസിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ റെസ്പെക്ട് കൊടുത്ത് അവരുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് എന്താണ് ആ ഒരു കെയർ പ്രോസസ്സില് അവരെ കൂടി നമുക്ക് പാർട്ട്നേഴ്സ് ആക്കാം, അവരെ കൂടി പങ്കാളികളാക്കാൻ പറ്റും. കെയർ പ്രോസസ്സിൽ പാർട്ട്നേഴ്സ് ആയിട്ട് അവരെ ഉൾപ്പെടുത്താൻ കഴിയും. അടുത്ത് നോക്കിയേ, ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. പഠിക്കാനായിട്ട് തുറന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കുക, ഒരു നല്ലൊരു കൾച്ചർ സൃഷ്ടിക്കുക. ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. പഠിക്കാനായിട്ട് നല്ലൊരു സംസ്കാരം ജനറേറ്റ് ചെയ്യാം. അടുത്ത ലാസ്റ്റ് നോക്കിയേ, എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ്ലി ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. എന്താ, സഹകരണ നേതൃത്വവും തുടർച്ചയായ നേതൃത്വവും സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. കിട്ടിയോ? ബെനിഫിറ്റ്സ് കിട്ടിയോ? 6 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാതെ എന്നൊക്കെ ചോദിച്ചാൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതൊന്ന് ടിക്ക് ഇട്ട് വെച്ചോ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോട്ട് ചെയ്തു. പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക, സുരക്ഷിതമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക, സോഴ്സ് ഓഫ് പേയ്മെന്റുമായിട്ട് ചർച്ച ചെയ്യുക, പേഷ്യൻസിനെ, ഫാമിലീസ് അവരെ ശ്രദ്ധിച്ച് അവരുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ ആ കെയർ പ്രോസസ്സിൽ അവരെ പങ്കാളികളാക്കുക, പഠിക്കാനായിട്ട് നമുക്ക് തുറന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കുക, ഒരു നേതൃത്വ സ്വഭാവവും സഹകരണ നേതൃത്വവും കണ്ടിന്യൂസ് ലീഡർഷിപ്പ് തുടർച്ചയായിട്ടുള്ള ഒരു നേതൃത്വവും സ്ഥാപിക്കുക. ഇനി അടുത്തതാണ് JCI എന്ന് പറയുന്നത്. അവിടെ എക്സ്പാൻഡഡ് ഫോം താഴെ തന്നെയുണ്ട്, ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഇതൊരു ഓർഗനൈസേഷൻ ആണ്, ഒരു സംഘടനയാണ്. എങ്ങനെ? ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്ന, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ക്വാളിറ്റി അഷുറൻസിൽ JCI കുറിച്ച് പഠിച്ചോ? പഠിച്ചല്ലേ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റും. എന്താ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്കും അവരുടെ പ്രോഗ്രാമുകൾക്കും ഒക്കെ അംഗീകാരം നൽകുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്ഥാനമാക്കിയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. അതിന്റെ മിഷൻ എന്താണ്? ഇംപ്രൂവ് എന്തൊക്കെ കാര്യങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ? 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. ആ 2 കാര്യങ്ങളാണ് അത് എന്താ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നാവിന്റെ ആ എംബ്ലത്തിൽ തന്നെ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ എന്നുള്ളത്. നമുക്ക് PGയില് ഈ ഏതാ മൊഡ്യൂള് 5th മൊഡ്യൂളില് 8ാമത്തെ ചാപ്റ്ററിൽ ഇതിന്റെ കുറേയും ഈ പഠിക്കാണ്ട്, ഈ HAയുടെ നമ്മൾ ഇതിനകത്ത് പഠിച്ചത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ
കണ്ടിന്യൂഷൻ പോലെ ഇതിന്റെ കുറെ സെക്ഷനുകൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് ഓരോ സ്റ്റാൻഡേർഡുകളും ഒക്കെ PG നമുക്ക് പഠിക്കാനുള്ള അവിടെ. അപ്പൊ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. നാബിറ്റ എംബ്ലത്തിൽ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ, രണ്ട് കാര്യങ്ങളാണ് അവിടെ മുൻനിർത്തിയേക്കുന്നത്. പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ. അത് ഏത് ഉറക്കത്തിലും ചോദിച്ചാലും പഠിച്ചു വെക്കണം കേട്ടോ. പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ, ആ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് അവിടെ ഈ സ്റ്റാൻഡേർഡുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ JCI എന്ന് പറഞ്ഞ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ് അല്ലെ. അതെന്താ പറഞ്ഞേക്കുന്നത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്കും പ്രോഗ്രാമുകൾക്കും അംഗീകാരം നൽകുന്ന ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്ഥാനമാക്കിയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ എന്താണ്? ക്വാളിറ്റി ഓഫ് കെയർ, പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അത് മെയിൻറ്റെയിൻ ഇംപ്രൂവ് ചെയ്യുക. ക്വാളിറ്റി ഓഫ് കെയർ, സേഫ്റ്റി ഓഫ് ക്വാളിറ്റി അല്ലെ, പേഷ്യന്റ് സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് കെയറും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അവിടെ നമ്മൾ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്തെടുക്കുക. നോക്കി, JCI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ലേറ്റ് 1990s, 1990കളുടെ അവസാനത്തില് ടു ഒബ്സർവ് ദ ഹോസ്പിറ്റൽ ഔട്ട്സൈഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 1990കളുടെ അവസാനത്തില് സ്ഥാപിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. JCI is also not for profit. കണ്ടോ, JCI എന്ന് പറഞ്ഞ പ്രോഫിറ്റ്, ഒരു ലാഭത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. Presently, accredited facilities in Asia, Europe, and Middle East and South America. ലാഭേച്ഛയില്ലാതെ, നോട്ട് ഫോർ പ്രോഫിറ്റ് എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. ലാഭത്തിന് വേണ്ടിയുള്ളതല്ല, ലാഭേച്ഛയില്ലാതെ നിലവിലുള്ള ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക എന്നിവിടങ്ങളുള്ള ഫെസിലിറ്റികൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് സ്ഥാപിതമായതാണ്. A count of JCI accredited hospital worldwide. അത് ലിസ്റ്റ് നോക്കിയേ, 2015 വരെയുള്ള ലിസ്റ്റ് ആട്ടോ. 2015 JCIയുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആ ലിസ്റ്റ് അനുസരിച്ച് നോക്കിയേ എത്ര ഹോസ്പിറ്റൽ ഉണ്ട്? 820 ഹോസ്പിറ്റലുകൾ ലോകവ്യാപകമായിട്ട്, വേൾഡ് വൈഡ് ഷോസ് 820 ഹോസ്പിറ്റൽസ്. 820 ഹോസ്പിറ്റൽ ലോകവ്യാപകമായിട്ടുണ്ട്. 47 ആൻഡ് എബോവ് കൺട്രീസ്, 47 അതിന് മുകളിലെ രാജ്യങ്ങളിലുമായിട്ട് JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എത്ര ഉണ്ട്? 820. ഇത് എന്നത്തെ കണക്കനുസരിച്ചാണ്? 2015 അല്ലെ. 2015 വരെയുള്ള കണക്കനുസരിച്ച്, JCIയുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കണക്കനുസരിച്ച് എത്രയാ? 820 ഹോസ്പിറ്റൽസ് വേൾഡ് വൈഡ് ആയിട്ട് അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. 47 അതിന് മുകളിലുള്ള രാജ്യങ്ങളിലുമായിട്ട്. ദെൻ അതില് 21 ഹോസ്പിറ്റൽസ് ആണ് ഇന്ത്യയിലുള്ളത്. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തിട്ടോ. അത് കോൺസ്റ്റന്റ് അല്ല, അത് വേരി ചെയ്തിരിക്കും. അവര് ഓരോ 3 വർഷം കൂടുമ്പോഴും JCI അവർക്കുടെ ഈ സ്റ്റാൻഡേർഡുകൾ പുതുക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോ കുറച്ചും കൂടി ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു സ്ഥിരമായിട്ടുള്ളതല്ല, അത് ചിലപ്പോ കുറച്ചൊക്കെ വ്യത്യാസപ്പെടാം കേട്ടോ. ഇപ്പൊ ഈ പ്രസന്റില് നമുക്കത് കുറച്ചൊക്കെ മാറ്റം വരാം. 820 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ, ഹോസ്പിറ്റൽ വേൾഡ് വൈഡില് 820, അതില് 21 ഹോസ്പിറ്റൽസ് ഇന്ത്യയിലുണ്ട്. 21 ഹോസ്പിറ്റലാണ് ഇന്ത്യയിലുള്ളത്. JCI സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. JCI എന്ന് പറഞ്ഞ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. ഇനി JCI, ഇറ്റ് ഈസ് എ US ബേസ്ഡ്. നമ്മൾ പറഞ്ഞില്ലേ US ബേസ്ഡ് ആണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി, ഒരു ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ് അല്ലെ. അത് പ്രത്യേക പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ളതല്ല. which sets and addresses standards for the healthcare providers level of performance in key functional area like patient rights, പേഷ്യന്റിന്റെ അവകാശങ്ങള്, patient treatment, infection control. ഉണ്ടോ ഇത് പറഞ്ഞേക്കുന്നേ? ഇറ്റ് ഈസ് US ബേസ്ഡ്. അത് US ബേസ്ഡ്, അതായത് ഒരു എന്താ യുണൈറ്റഡ് സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി.
നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ. ഒരു പ്രോഫിറ്റ് തന്നെ, ഒരു ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന, ലാഭത്തിന് വേണ്ടി ഉള്ളതല്ല അല്ലേ. അതിനകത്ത് നോക്കി എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ, പേഷ്യന്റിന്റെ അവകാശങ്ങള് അല്ലെ, ഇത് പേഷ്യൻസിന്റെ റൈറ്റ്സ്, അവകാശങ്ങള്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങള്, ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്ന തുടങ്ങിയ ആ പ്രവർത്തന മേഖലകളില് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ആ പ്രകടന നിലവാരത്തിന് എന്ത് ചെയ്യുന്നു, മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും സ്റ്റാൻഡേർഡുകൾ നിശ്ചയിക്കുകയും അത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ദ ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ കീ ഫങ്ഷണൽ ഏരിയ. ഏതൊക്കെ ഫങ്ഷണൽ ഏരിയാസ് പറഞ്ഞേക്കുന്നത്, പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലെ, പേഷ്യൻസിന്റെ അവകാശങ്ങള്, പേഷ്യൻസിന്റെ ചികിത്സ, ഇൻഫെക്ഷൻ കൺട്രോൾ, ഇൻഫെക്ഷൻ നിയന്ത്രണം എന്നിവ പോലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളില് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് പ്രകടന നിലവാരത്തില് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവര് അവരുടെ ഓരോ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ്, അത് ഹോസ്പിറ്റല് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അവര് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. Then JCI goal is to improve the quality of health care with the international community by giving worldwide accreditation service. ലോകവ്യാപകമായിട്ടുള്ള അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകിക്കൊണ്ട് എന്നാ ക്വാളിറ്റി, ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. എവിടെ? ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. അതാണ് JCIയുടെ ഗോൾ എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. JCI goal is to improve the quality of health care in the international community. Okay, next one. JCI standards would like us to improve the patient care, safety, and a path of continuous ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? മെച്ചപ്പെട്ട രോഗി പരിചരണം, ഇംപ്രൂവ്ഡ് പേഷ്യന്റ് കെയർ, മെച്ചപ്പെട്ട രോഗി പരിചരണം, സേഫ്റ്റി, സുരക്ഷ, പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായിട്ടുള്ള ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. JCI സ്റ്റാൻഡേർഡ്സ് ടേക്ക് നമ്മൾ ഏതിലേക്ക് കൊണ്ടുപോകും? JCIയുടെ മാനദണ്ഡങ്ങള് എന്തിനാ? നമുക്ക് പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാൻ, പേഷ്യന്റിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ, കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ, ഇതൊക്കെ ഉറപ്പാക്കുന്നതിന് ആ ഒരു രീതിയിലേക്ക് JCIയുടെ സ്റ്റാൻഡേർഡ്സുകള്, മാനദണ്ഡങ്ങള് നമ്മളെ കൊണ്ടുപോകും. ദിസ് വുഡ് സ്ട്രെങ്തൻ ദ പേഷ്യന്റ്, തേർഡ് പാർട്ടി ആൻഡ് ഇൻഷുറൻസ് കോൺഫിഡൻസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, അവരുടെ ശക്തി, സ്ട്രെങ്തൻ പേഷ്യൻസിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നു അല്ലെ. തേർഡ് പാർട്ടി ഇൻഷുറൻസ് കോൺഫിഡൻസ്, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു, സ്ട്രെങ്തൻ ചെയ്യിക്കുന്നു. പ്രൊവൈഡ് എ കോമ്പറ്റേറ്റീവ് എഡ്ജസ്, ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു നേട്ടം കൈവരിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, JCI അക്രഡിറ്റേഷൻ ഈസ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ, ഒരു സുവർണ നേട്ടമാണ് നാം പറഞ്ഞേക്കുന്നത്, ഫോർ ക്വാളിറ്റി സിൻസ് ഇറ്റ് റിഫ്ലക്ട് ദ പ്രൊവിഷൻ ഓഫ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഉയർന്ന ആ ഗുണനിലവാരം കാരണം, ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉയർന്ന ഒരു ഗുണനിലവാരം കാരണം അത് പേഷ്യൻസിന്റെയും പരിചരണത്തിന്റെയും ആ പേഷ്യൻസിന്റെ ഒക്കെ സുരക്ഷ, അതാണ് സേഫ്റ്റി, സുരക്ഷയുടെയും ഉയർന്ന തലത്തിലുള്ള ഒരു വ്യവസ്ഥയെ അത് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുന്നു. ഇറ്റ് റിഫ്ലക്ട് ദ പ്രൊവിഷൻ ഓഫ് ഹയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ആ രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും ഊന്നൽ കൊടുക്കുന്നത്. ഏതാ? പേഷ്യന്റ് കെയറും പേഷ്യന്റിന്റെ സേഫ്റ്റിയും. അത് എന്താ പറയാ, അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു നല്ലൊരു ലെവലിലെ പ്രൊവിഷൻ, അതൊരു വ്യവസ്ഥ അത് റിഫ്ലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാട്ടോ. അത് ഒരു പോയിന്റ് ഔട്ട് ചെയ്താൽ തന്നേക്കണത്.
ആ ഹോസ്പിറ്റലിന്റെ ഇത് നോക്കണം കേട്ടോ. മൊത്തം നമ്മൾ 2015 വരെയുള്ള ആ ലിസ്റ്റില് JCIയുടെ ലിസ്റ്റില് വെബ്സൈറ്റിൽ കൊടുത്തേക്കണ അനുസരിച്ച് 820 ഹോസ്പിറ്റലാണ് JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ലോകവ്യാപകമായിട്ടുള്ളത്. അതിൽ ഇന്ത്യയില് 21 ഹോസ്പിറ്റലാണ്. JCI എന്ന് പറയുന്നത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇതൊരു US ബേസ്ഡ് ആണ്. നോൺ ഫോർ പ്രോഫിറ്റ് ഓറിയന്റഡ് അക്രഡിറ്റേഷൻ ബോഡി. ഒരു പ്രോഫിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല അല്ലെ. അപ്പോ എന്താ പറഞ്ഞെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് നല്ല എന്താ ഇങ്ങനെ പേഷ്യന്റിന്റെ അവകാശങ്ങള്, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ തുടങ്ങിയ പ്രവർത്തന മേഖലകളില് ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ പ്രകടന നിലവാരത്തിന് ഒരു മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനും കൂട്ടിച്ചേർക്കാൻ പറ്റും. Then JCIയുടെ goal എന്താണ്? Improve the quality of health care in the international community. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. Improve the quality of health care in the international community. ഇനി JCI standards would like us to improve the patient care, safety and path of continuous quality improvement. എന്താ പറഞ്ഞേക്കുന്നത്? മെച്ചപ്പെട്ട ഒരു രോഗി പരിചരണം, സുരക്ഷ, തുടർച്ചയായിട്ടുള്ള ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിലേക്ക് നമ്മൾ JCIയുടെ സ്റ്റാൻഡേർഡുകൾ നമ്മളെ കൊണ്ടുപോകും. പേഷ്യൻസിന്റെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നു. തേർഡ് പാർട്ടി ഇൻഷുറൻസ് കോൺഫിഡൻസ് അല്ലെ. ആൻഡ് വിത്ത് പ്രൊവൈഡഡ് കോമ്പറ്റീവ് ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു നേട്ടം കൈവരിക്കുകയും ചെയ്യുന്നു. ഇനി JCI അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ എന്താ? ഒരു സുവർണ നിലവാരമുള്ള ഒരു നേട്ടമാണ്. ഇറ്റ് റിഫ്ലക്ട് എന്താ പ്രതിഫലിപ്പിക്കുന്നത്? പ്രൊവിഷൻ ഓഫ് ഹൈയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. നല്ല ലെവലിലുള്ള പേഷ്യന്റ് കെയർ, സേഫ്റ്റി എന്നിവ അത് പ്രതിഫലിപ്പിക്കുന്നു. ക്ലിയർ ആയോ? ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞിപ്പോ JCIയുടെ ആണെങ്കിൽ അവര് 3 വർഷത്തില് ആ JCI അവർക്കുടെ സ്റ്റാൻഡേർഡുകൾ പരിഷ്കരിക്കും, പുതുക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അപ്പൊ ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിന് ഇപ്പൊ നമുക്ക് JCI അപ്പോളോ ഹോസ്പിറ്റല്, ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലുള്ളത്, രാജഗിരി ഹോസ്പിറ്റല്, അഹില്യ ഫൗണ്ടേഷൻ ഹോസ്പിറ്റല്, ഇതൊക്കെ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ്. അതായത് ഒരു പ്രാവശ്യം അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അതെല്ലാ കാലവും അത് തുടർന്നുകൊണ്ട് പോകുകയല്ല. ഒരു 3 വർഷത്തേക്കാണ്. 3 വർഷം വരുമ്പോഴത്തേക്കും അവരുടെ മാനദണ്ഡങ്ങൾ പുതുക്കി കാര്യങ്ങളാക്കും. പുതിയ കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തും. അപ്പോഴും എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ വീണ്ടും അവരുടെ മാനദണ്ഡങ്ങൾ കീപ്പ് ചെയ്താൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. നമുക്ക് ഈ ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാ കാലവും അത് അങ്ങനെയല്ല. അതാണ് പറഞ്ഞേക്കുന്നത്. അത് ലാസ്റ്റ് പറയുന്നുണ്ട് അവിടെ. നമ്മുടെ JCIയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് 3 വർഷം കൂടുമ്പോഴും അവര് JCI അവർക്കുടെ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നു? പുതുക്കിക്കൊണ്ട് റിവൈസ് ചെയ്യും. അപ്പൊ പുതിയ കാര്യങ്ങളൊക്കെ വരൂലേ, അതിനനുസരിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തും. അപ്പൊ അവർ ഉൾപ്പെടുത്തിയത് ഹോസ്പിറ്റൽ പിന്നെയും അവര് ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ക്വാളിറ്റി എന്താ പറയാ ഇംപ്രൂവ് ചെയ്യുന്നെങ്കിൽ മാത്രം അത് 3 വർഷത്തേക്കേ ഉള്ളൂ അതിന്റെ. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ അവരെ ക്വാളിറ്റി വീണ്ടും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഇല്ല. അതാ 3 വർഷമേ ഉള്ളൂ അതിന്റെ ഇത്. 3 വർഷത്തിന് കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ, പിന്നെ 3 വർഷം കൂടുമ്പോഴും അങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ലാസ്റ്റ് സെക്ഷനിൽ അവിടെ പറയണ്ട്. JCI അക്രഡിറ്റേഷൻ കണ്ടോ? JCI എന്ന് തന്നെയാണോ നോക്കിയ ടെക്സ്റ്റില് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കണ സ്ക്രീനില് JCL ആണ്, L അല്ല കേട്ടോ, I ആണ്. JCI അക്രഡിറ്റേഷൻ ടെക്സ്റ്റിൽ ഒന്ന് കറക്റ്റ് ചെയ്തു. JCI accredits 8 type of health programs. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെ തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്? അതൊന്ന് പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യാം. ഏതൊക്കെ ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകൾക്ക് JCI അതിന്റെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്, ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പുറത്ത് കൊടുക്കുന്നത് അല്ലെ. കെയർ ഈസ് പ്രൊവൈഡഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഇൻ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ്. പുറമെ നമ്മൾ കൊടുക്കുന്നതാണ് ആംബുലേറ്ററി കെയർ സർവീസുകൾ. ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്
ഹോസ്പിറ്റലിന് പുറത്ത്, ശരിയാണ്, ഹോസ്പിറ്റലിന് പുറത്ത് കൊടുക്കുന്നതാണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി. അങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് ഈ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ക്ലിനിക്കൽ ലബോറട്ടറീസിന് കൊടുക്കുന്നുണ്ട്, ഹോം കെയർ ഫെസിലിറ്റികൾക്ക് കൊടുക്കുന്നുണ്ട്, ലോങ് ടേം കെയർ ഫെസിലിറ്റികൾക്ക് കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷനുകൾക്ക് കൊടുക്കുന്നുണ്ട്, പ്രൈമറി കെയർ സെന്റേഴ്സ്, പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾ, പ്രൈമറി കെയർ സെന്റേഴ്സ്, പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾ, ഇവയ്ക്കൊക്കെ ഈ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അത് നോട്ട് ചെയ്തോട്ടോ, ടെക്സ്റ്റിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടോ. ഇനി JCI 5th എഡിഷൻ, JCIയുടെ 5th എഡിഷൻ എഫക്റ്റീവ് ഫ്രം 1st April 2014. 1st April 2014 ഫസ്റ്റ് 1-ാം തീയതിയാണ് ഫസ്റ്റ് ഈ JCIയുടെ 5th എഡിഷൻ പ്രാബല്യത്തിൽ വന്നത്. 2014 1 മുതൽ JCIയുടെ 5th എഡിഷൻ പ്രാബല്യത്തിൽ വന്നു. അതിനെ നമ്മുടെ 5th എഡിഷനെ നമുക്ക് 4 സെക്ഷൻ ആക്കിയാണ് തിരിച്ചേക്കുന്നത്. മൊത്തം നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സിനെ നമ്മൾ 4 മൊഡ്യൂളാക്കി തിരിച്ചു വെച്ചില്ലേ? ഫസ്റ്റ് മൊഡ്യൂള്, സെക്കൻഡ് മൊഡ്യൂള്, തേർഡ് മൊഡ്യൂള്, ഫോർത്ത് മൊഡ്യൂൾ എന്ന്. അതുപോലെ തന്നെ JCIയുടെ 5th എഡിഷനെ 4 സെക്ഷനുകളായിട്ടാണ് അവിടെ തിരിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ ഓരോ സെക്ഷന്റെ പേര് പഠിക്കണം. സെക്ഷൻ 1 ഏതാണ്, സെക്ഷൻ 2 വരുന്ന ഏതാണ്, സെക്ഷൻ 3 ഏതാണ്, സെക്ഷൻ 4 ഏതാണ്, ഈ 4 സെക്ഷനും പഠിക്കണം കേട്ടോ. JCIയുടെ 5th എഡിഷൻ 4 സെക്ഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? 2014 April 1 മുതൽ JCIയുടെ 5th എഡിഷൻ നിലവിൽ വന്നു, പ്രാബല്യത്തിൽ വന്നു. ഈ JCIയുടെ 5th എഡിഷനെ 4 സെക്ഷനുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സെക്ഷൻ 1 എന്താ വരുന്നത്? ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്, APR ആണ്. അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്, അതായത് അക്രഡിറ്റേഷൻ കിട്ടുന്നതിനായി ഹോസ്പിറ്റല് കൊടുക്കേണ്ട കാര്യങ്ങൾ, അതാണ് സെക്ഷൻ 1 വരുന്നത്. അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് അല്ലെ, പങ്കാളിത്ത ആവശ്യകതകൾ, അതായത് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റല് കൊടുക്കേണ്ട കാര്യങ്ങൾ, അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ഓരോ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റല് കൊടുക്കേണ്ട കാര്യങ്ങളാണ് സെക്ഷൻ 1 വരുന്നത്. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 പഠിച്ചു പോകണം കേട്ടോ. സെക്ഷൻ 2 ഏതാണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 വരുന്നത്. സെക്ഷൻ 3 consist of healthcare organization management. Healthcare organization managementന്റെ മാനദണ്ഡങ്ങൾ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റിന്റെ മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 3 വരുന്നത്. സെക്ഷൻ 4 വരുന്നത് ഇൻക്ലൂഡ്സ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് ആണ് സെക്ഷൻ 4 വരുന്നത്. അപ്പൊ ഓരോ സെക്ഷനിലും വരുന്നത് ഏതാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി ഇതിന്റെ ഉള്ളില് അപ്പൊ നമ്മള് ഇതുപോലെ നിങ്ങൾ 4 മൊഡ്യൂള് തിരിച്ചതിന്റെ ഉള്ളിൽ കുറച്ച് ചാപ്റ്ററുകൾ പഠിക്കല്ലേ? ഫസ്റ്റ് മൊഡ്യൂളില് 13 ചാപ്റ്റർ ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെ നമ്മൾ ഓരോ മൊഡ്യൂളിനെയും അതിന്റെ കീഴില് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ ഇവിടെ നോക്കിയേ, സെക്ഷൻ 2-നകത്ത് വരുന്ന 2 എന്ന് പറഞ്ഞാൽ ഏതാണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 വരുന്നത്. അത് കീഴിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ്? അത് ബൈഹാർട്ട് ചെയ്യേണ്ട നിങ്ങൾ. ആ ഒരു സെക്ഷനിൽ നമുക്ക് ഏതെങ്കിലും എക്സ്പാൻഡഡ് ഫോം ആയിട്ടാ ചോദിക്കുള്ളൂ. ഈ 4 സെക്ഷനും പഠിച്ചു വെക്കണം. പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? 4 സെക്ഷൻ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്യണം, അത് പഠിച്ചു വെക്കണം. ഇനി ആ സെക്ഷന് കീഴിലുള്ളത് ഏതൊക്കെയാണെന്ന് പഠിക്കണ്ട. അവിടെ നിങ്ങൾ ആ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇതിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് PFR ആ ചോദിച്ചത്, പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് എക്സ്പാൻഡഡ് ഫോം ആണ് അതിൽ ചോദിച്ചത് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾ ആ രീതിക്ക്
അവിടെ പഠിച്ചു വെക്കുക. അത് കുറച്ചുണ്ട്. എല്ലാത്തിന്റെയും എക്സ്പാൻഡഡ് ഫോമുകളും നോക്കി വെക്കുക കേട്ടോ. സെക്ഷൻ 2-ല് വന്നേക്കുന്നത് ഫസ്റ്റത്തെയാണ് IPSG. അതിന്റെ എക്സ്പാൻഡഡ് ഫോം അവിടെ കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ടെക്സ്റ്റിൽ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഇന്റർനാഷണൽ patient safety goals. International patient safety goals. അത് സെക്ഷൻ 2-ല് വരുന്ന കേട്ടോ. അതിന് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. IPSG എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ് നോട്ട് ചെയ്തോ. അത് ബാക്കി എല്ലാത്തിന്റെയും ഉണ്ട്, എക്സ്പാൻഡഡ് ഫോം ആയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം നമുക്ക്. ACC അടുത്തതാണ്. ACC access to care and continuity of care. ആ ഒരു ഫെസിലിറ്റിയിലേക്കുള്ള പ്രവേശനവും അതിന്റെ കണ്ടിന്യൂറ്റി, തുടർച്ചയും. access to care and continuity of care. ഇതെല്ലാം പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളാണ്. പേഷ്യന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണിത്. access to the care and continuity of care. അപ്പൊ ഈ ഒരു കാര്യം ഹോസ്പിറ്റലിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ, കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൂല്ലേ. എന്നിട്ടാണ് അതിന് ആ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്തെങ്കിൽ അതിന്റെ പെർസെന്റേജ് ഒക്കെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള മാർക്ക് സ്കോർ കൊടുക്കുന്നത് അവര്. എന്നിട്ട് ലാസ്റ്റ് സ്കോർ നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. ACC എന്ന് പറഞ്ഞാൽ access to care and continuity of care. Then PFR എന്താണ്? Patient and family rights. Patient and family rights. PFR. AOP assessment of patient. Assessment of patient ആണ് പേഷ്യന്റിന്റെ അസസ്മെന്റ്, വിലയിരുത്തല്. AOP എന്ന് പറയുന്നത്. COP എന്താ? കെയർ ഓഫ് പേഷ്യന്റ്. Care of patient. Then ASC എന്ന് പറഞ്ഞാൽ anesthesia and surgical care. ASC anesthesia and surgical care. Anesthesia and surgical care. MMU medication management and use. MMU എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ, മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്, അതിന്റെ ഉപയോഗം. PFE പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ഇത് രണ്ടും മാറിപ്പോരുത് കേട്ടോ. പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. PFR എന്ന് വെച്ചാൽ പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്. R എന്ന് പറഞ്ഞ റൈറ്റ്സും E എന്ന് പറഞ്ഞ എന്താണ് എഡ്യൂക്കേഷൻ ആണ്. രണ്ട് പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സും പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷനും എക്സ്പാൻഡഡ് ഫോം ആയിട്ട് തന്നെ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി അത് പറയണ്ടല്ലോ, വായിക്കണ്ടല്ലോ. ജസ്റ്റ് അത് നോക്കിയിട്ട് അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കുക. ഇനി അടുത്തത് സെക്ഷൻ 3-ല് വരുന്നത് കൺസിസ്റ്റ് ഓഫ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ. QPS ഏതാ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. QPS എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. PS എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് സേഫ്റ്റി. PCI പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. Then GLD എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ലീഡർഷിപ്പ്, ഗവേണൻസ് ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ. ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭരണം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നേതൃത്വം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ. ഗവേണൻസ് ഭരണം, ലീഡർഷിപ്പ് നേതൃത്വം, ഡയറക്ഷൻ ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. Then FMS, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി ആണ് FMS എന്ന് പറയുന്നത്. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. Then SQE എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. Then MOI എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. Then ഇനി അടുത്തത് സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4-ൽ ഏത് വരുന്നത്? അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് ആണ് സെക്ഷൻ 4-ൽ വരുന്നത്. അതിനെ രണ്ടായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. രണ്ട് സെക്ഷൻ, അതിന്റെ കീഴിൽ രണ്ട് ബ്രാഞ്ച് ആയിട്ട് വരുന്നുണ്ട്. Then എന്താണ്? MPE മെഡിക്കൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ.
medical professional education. Then അടുത്തൊക്കെ HRP, human subject research program. Human subjects research program. ഇനി JCIയുടെ 5th എഡിഷൻ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സിൽ 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ എലമെന്റ്സോ വരുന്നത്. ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഇപ്പൊ അതിന് വ്യത്യാസം വരാം. അതായത് 5th എഡിഷനിലാണ് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ നമ്മുടെ JCIയുടെ 5th എഡിഷൻ സ്റ്റാൻഡേർഡ്സിൽ 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ എലമെന്റ്സും ആണ് വരുന്നത്. അതായത് ഇതിനെ നമ്മള് ഇപ്പൊ PG യിലൊക്കെ ആണെങ്കിൽ ഡീറ്റെയിൽ തന്നെ പഠിക്കാണ്ട് നമുക്ക്. അതിനകത്ത് മൊത്തം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ചെറിയ അടുത്ത ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. ഇത് മൊത്തം അവര് സ്റ്റാൻഡേർഡുകളെ നമ്മള് 10 ചാപ്റ്റർ ആക്കിയാ വെച്ചേക്കുന്നേ. അതിൽ 5 പേഷ്യന്റ് സെന്റേർഡും 5 ഓർഗനൈസേഷൻ സെന്റേർഡ്സും, അങ്ങനെ 10 സ്റ്റാൻഡേർഡ്സ് ആക്കിയാണ്. അല്ല സോറി, ചാപ്റ്റർ. അതിന്റെ കീഴിൽ വരുന്നത് ആ നാബിന്റെ സെക്ഷൻ പഠിക്കുമ്പോൾ അവിടെ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ ഡീറ്റെയിൽ പറയുന്നുണ്ട്. അപ്പം പറയാന്ന് വിചാരിച്ചിട്ടാണ്. അതിനകത്ത് നമുക്ക് നാബിന്റെ ഇതിനകത്ത് പറയുവാണെങ്കിൽ നമുക്ക് എത്രയാ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡുകൾ അതിന്റെ കീഴിൽ വരുന്നത്. അതിനെ മെഷർ ചെയ്യാൻ വീണ്ടും അതിന്റെ കീഴിൽ വരുന്നതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനത് പറയുന്നു കേട്ടോ. ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്കൊരു ഇതാവും. നാബിന്റെ അടുത്ത സെക്ഷൻ വരുമ്പോ പറയാം. അപ്പൊ ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. JCIയുടെ 5th എഡിഷനിൽ 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ എലമെന്റ്സും ആണ് വരുന്നത്. ആ 2 നമ്പറും ഒന്ന് നോട്ട് ചെയ്യുക. ഇനി സ്റ്റാൻഡേർഡ്സിന്റെ റിവിഷൻ എങ്ങനെയാ എന്നാ പറഞ്ഞത്. Standards will be re-examined and published at least every 3 years. ഓരോ സ്റ്റാൻഡേർഡുകളും എങ്ങനെയാ 3 വർഷം അല്ലെ, അറ്റ്ലീസ്റ്റ് 3 years, 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും അത് റീഎക്സാമിൻ ചെയ്ത് പുനഃപരിശോധിക്കും, അല്ലെങ്കിൽ പുനഃക്രമീകരണം നടത്തും, റീഎക്സാമിൻ ചെയ്യും, എന്നിട്ട് പബ്ലിഷ് ചെയ്യും. ഇതാണ് നമ്മൾ ഒരു പ്രാവശ്യം കിട്ടിയെന്ന് ലോകം അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ അവസാനം വരെ അക്രഡിറ്റേഷൻ കിട്ടിയെന്നല്ല അർത്ഥമാക്കുന്നത്. അതൊരു 3 വർഷത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അവര് പുതിയ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുമ്പോൾ അതനുസരിച്ച് അതും ഹോസ്പിറ്റലിൽ കറക്റ്റ് ആക്കി അല്ലെങ്കിൽ ഓക്കെ ആക്കിയെങ്കിൽ മാത്രമാണ് വീണ്ടും അവർ അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അതാണ് ആ ലാസ്റ്റത്തെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ദ സ്റ്റാൻഡേർഡ്സ് വിൽ ബി, JCIയുടെ സ്റ്റാൻഡേർഡ്സ് എപ്പോഴാ റീഎക്സാമിൻഡ് ആൻഡ് പബ്ലിഷ്ഡ് അറ്റ്ലീസ്റ്റ് every 3 years. 3 വർഷത്തിൽ ആവുമ്പോഴേക്കും റീഎക്സാമിൻ ചെയ്യുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഒന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. JCIയുടെ സർവേ മെത്തഡോളജി ആണ്. ഇത് കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല, കുറച്ച് കാര്യങ്ങൾ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് സെക്ഷനിൽ കുറച്ച് 32 ഫോർമുലാസ് ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള ചാപ്റ്റർ അല്ല, എളുപ്പമുള്ള ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ എത്രയൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം. 4 സെക്ഷനുകളും പഠിച്ചു വെക്കണം. ഓരോ സെക്ഷനിലും വരുന്നത് ഏതാത് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ. സെക്ഷൻ 1 ഏതാണ്, സെക്ഷൻ 3 ഏതാണെന്നൊക്കെ 4 സെക്ഷന് പഠിക്കുക. അതിന്റെ കീഴിലുള്ളത് ബൈഹാർട്ട് ചെയ്യേണ്ട. അത് ജസ്റ്റ് നിങ്ങളൊന്ന് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് നോട്ട് ചെയ്താൽ മതി കേട്ടോ. 285 സ്റ്റാൻഡേർഡുകൾ നാബിന്റെ 5th എഡിഷനിൽ 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ എലമെന്റ്സും ആണ്. നാബ് ഓരോ 3 വർഷം കൂടുമ്പോഴും അവർക്കുടെ സ്റ്റാൻഡേർഡ്സുകൾ പുനഃക്രമീകരിക്കുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള്? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. IPSG ആണോ? എക്സ്പാൻഡഡ് ഫോം ആണ് എഴുതിയെടുത്തോട്ടോ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. അതിന്റെ മാത്രം എക്സ്പാൻഡഡ് ഫോം അവിടെ കൊടുത്തിട്ടില്ല. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. ഓക്കെ, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. ഓക്കെ, താങ്ക് യു.